Hello guys, welcome back to my YouTube channel Friday Nights Vlog. ഇന്ന് ഞങ്ങൾ ബ്രാംപ്ടണിൽ നിന്ന് മാറി കിച്ചണറിലേക്ക് വീട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എല്ലാം മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ലെറ്റ് മീ ഷോ യു. കണ്ടോ, ഞങ്ങളുടെ ബാഗുകളും സാധനങ്ങളും എല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഓക്കെ, നാണ്ടെ ഫുൾ കാലിയാക്കി. ഇതെല്ലാം ലാസ്റ്റ് പറക്കിക്കൊണ്ട് പോകാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഞങ്ങളുടെ വീട്, ഇപ്പം താമസിക്കുന്ന വീട് കാണിച്ചു തരാം. ഞങ്ങളൊരു ബേസ്മെൻറ്റിലാണ് താമസിച്ചത്. അപ്പം മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരും. എന്നിട്ട് ആദ്യം കയറുന്നത് ഈ ഒരു ഹോളിലോട്ടാണ്. അവിടെ തന്നെയാണ് കിച്ചണും കേട്ടോ. ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ്, ഹോളും കിച്ചണും കൂടെ അറ്റാച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. ഇതാണ് നിങ്ങളുടെ വിശാലമായ മുറി. ഇതാണ്ട് കിടക്കുന്നത് കണ്ടോ, എൻ്റെ കുഞ്ഞുമണി ഉറങ്ങുന്ന കണ്ടോ, ചക്കു. അയ്യോ, അസവ നല്ല ഉറക്കമാണ്. ഞങ്ങൾ കിച്ചണറി പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീണ്ടും ഇറങ്ങി അവിടുന്ന് റൈറ്റ് പോകുമ്പം വലിയൊരു കണ്ണാടിയുണ്ട്. പിന്നെ ഈ കാണുന്നൊരു വാഷ്റൂമാണ്. ഇപ്പുറത്ത് വേറൊരു മുറിയും കൂടെ ഉണ്ട്. സോ ഞങ്ങൾ സാധനങ്ങളെല്ലാം പറക്കി കെട്ടി. യു-ഹോള് ഇവിടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ജനറലായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് യു-ഹോള് വിളിച്ചിട്ടുണ്ട്. അത് വരും. അപ്പം ഞങ്ങളിതെല്ലാം എടുത്ത് വെച്ച് വീട്ടിൽ പോകും. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നറിയോ, ഞാൻ ഈ യു-ഹോൾ ആക്ച്വലി യു-ഹോളിന് അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. എനിക്ക് യു-ഹോളിൽ സാധനങ്ങൾ കയറ്റുന്നത് കാണാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, പ്രത്യേകിച്ചൊന്നും എടുത്ത് വെക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം അത് കാണാനായിട്ട്. ആക്ച്വലി ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഒരു 2 മാസം ആയതേ ഉള്ളൂ. അപ്പം ഒത്തിരി സാധനങ്ങളൊന്നും അങ്ങനെ അങ്ങ് വന്ന് നിന്ന് സെറ്റായി എന്ന് പറയാൻ മാത്രമൊക്കെയുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്ത് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. സാധനങ്ങളെല്ലാം, ഡ്രസ്സെല്ലാം കൂടി ഒരുമിച്ച് പെട്ടിയിലാക്കി, അടുക്കള സാധനങ്ങളെല്ലാം ഒരു കാർഡ്ബോർഡിലാക്കി. അത്രേ ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് എല്ലാം കൂടെ വാരിക്കെട്ടി അങ്ങനെ കൊണ്ടുപോവാം. ഓക്കെ, ഇനി അവിടെ ചെന്ന് അയച്ചിടുമ്പോഴാണ് എന്ത് സാധനം എവിടെയെന്ന് അറിയാൻ വയ്യാതെ വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പറ്റിക്കാണുമല്ലോ. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് മറന്നു പോകും. എവിടെയായിരുന്നു ഞാൻ ചില സമയത്ത് സാധനങ്ങളൊക്കെ, ചില സാധനങ്ങളും ആരും കാണാതെ സൂക്ഷിച്ച് ഞങ്ങളുടെ വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കും. കുറച്ച് കഴിഞ്ഞ് എനിക്ക് പോലും അറിയത്തില്ല അത് എവിടെയാണ്. ആ അവസ്ഥയായി പോവും. ഹൈ കമോൺ, എൻ്റെ യൂട്യൂബ് വീഡിയോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഞങ്ങൾ. ഞങ്ങളുടെ ചായയും പഞ്ചസാരയും സാധനങ്ങളും എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് ദാണ്ടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. ആ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ടീ ബാഗ് ഇട്ടിട്ട് പ്ലെയിനായിട്ട് കട്ടൻ ചായ പോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം റെഡി ആയിട്ടിരിക്കുന്നത്. പിന്നെ മേളിൽ ചേച്ചിയുണ്ട്, അതായത് ഇതിൻ്റെ ഹൗസ് ഓണർ ശോഭ ചേച്ചിയുണ്ട്. ചേച്ചിയൊക്കെ ഡ്യൂട്ടിയിലാണ്. ചേച്ചി വന്നു കഴിഞ്ഞിട്ട് മേളിൽ പോയി ചായ ഇട്ട് കുടിക്കാം. ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്ന് പൊതിച്ചോറുണ്ടാക്കും. പൊതിച്ചോറ് ഇവിടുത്തെ അടുക്കള ഞങ്ങൾ അടച്ചല്ലോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ചായയാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞതുകൊണ്ട് മേളിൽ ചേച്ചിയുടെ അവിടെ ഫുഡ് ഉണ്ടാക്കും. പൊതിച്ചോറുണ്ടാക്കാം. ഇനി ഞങ്ങൾ പൊതിച്ചോറ് പൊതിഞ്ഞ് കിച്ചണറിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കും. ചേച്ചി ഡ്യൂട്ടിയിലാണ്, നൈറ്റ് ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം പോവാൻ. ഓക്കെ, പിന്നെ ഇന്നലെ ഒരു സ്നാക്കിങ്ങിന് കുറച്ച് പഞ്ചാബി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഒത്തൻറ്റിക് പഞ്ചാബി ബിസ്ക്കറ്റ്. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടോ, വെജിറ്റേറിയൻ പഞ്ചാബി ബിസ്ക്കറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഇത് ഞാൻ കടിച്ചിട്ട് വെച്ചാണ്. സോറി, ഐ എം റിയലി സോറി. ഇവിടെ ക്വൈറ്റ് പോപ്പുലറായിട്ടുള്ളൊരു ഇതാണിത്. ഇങ്ങനെ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്നത് ഭയങ്കര പോപ്പുലറാണ്. ഞങ്ങളിപ്പം പോകുന്ന സ്ഥലത്ത് കോയിലാണ്. ഞങ്ങൾ കോയിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഒരു കപ്പിൽ ചായ മറ്റൊന്നിൽ ചേർക്കൂ. കിട്ടി. ഓ മൈ ഗോഡ്, കളർ ഇളകുന്നുണ്ടോ? കളർ ഇറങ്ങുന്നുണ്ടോ? ഓക്കെ, ഇത് ആരും അനുകരിക്കരുത്. ചിലപ്പം താഴെ വീണപ്പൊള്ളും. ഓക്കെ. അച്ഛേ, ഇവിടെ വേറെ ബിസ്ക്കറ്റും ഉണ്ട്. അയ്യോ,
അങ്ങനെ ആസാഫ് കൂട്ടൻ കണ്ടെയ്നർ കാണാൻ എഴുന്നേറ്റ് വന്നേക്കും ഉറക്കത്തിന്ന്. നോക്കി ചിരിച്ച് കാണിച്ചേ. ഓ, ഇതെല്ലാം ശോഭ ചേച്ചിയുടെ പൂക്കളാണ്, കണ്ടോ? അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്, അവിടുത്തെ പൂക്കളാണ്. കണ്ടെയ്നറിനകത്തിരുന്ന് വർത്താനം പറയുന്നത്. ഇത് ഗസ്റ്റ് റൂം ആക്കിയോ നിങ്ങൾ? നീ ഇപ്പൊ വന്നതേ ഉള്ളോ? എന്ത് പറ്റി നേരത്തെ എഴുന്നേക്കാൻ? ഞാൻ പറ അച്ഛ പോയി അച്ഛ, അവൻ 2 കാലം ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. എന്റെ മോനെ കണ്ടെയ്നറാണ്, താഴെ പോകരുത്. വീണാ തറയെ കിടക്കുന്ന താഴെ. നേരെ ഇറങ്ങി ഇടിച്ചോ കാല്? ചെറുതായിട്ട് കാല് ഒരഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. സഫ ഒരു കുഞ്ഞു വീടിൻ്റെ അത്രയും വലിപ്പമുണ്ട് കണ്ടെയ്നർ. അങ്ങനെ കുറേയൊക്കെ സാധനങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൊതിച്ചോറിൻ്റെ പരിപാടിയായിരുന്നു അവിടെ. മെഴുക്കുരട്ടി, മോരുകറി, മുട്ട പൊരിച്ചത്, ചമ്മന്തി എന്ന് വേണ്ട നമ്മുടെ എല്ലാ പൊതിച്ചോറിൻ്റെ സാധനങ്ങളും പ്രിപ്പയർ ചെയ്തു. ഓഹി ഓഹി സന്തോഷം കർത്താവ് സന്തോഷം സ്തോത്രം. അങ്ങനെ അവിടെ കട്ടിൽ ഫ്രെയിം നടന്നു വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിലെയാ പോകുന്നത്? ഇതുവഴിയല്ലേ വരുന്നേ? ഞാൻ റാംബോക്കിന് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു ഇവിടെ. വലിക്കണോ? താഴെ നോക്കി ഓടല്. ബെഡിന്റെ ഫ്രെയിം ബെഡിന്റെ ബോക്സ്, പിന്നെ കൗച്ച്, ഇനിയും കുറച്ച് പെട്ടികളേ ഉള്ളൂ. ഗൈസ്, സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മൊത്തത്തിൽ തിരക്കായിപ്പോയി. പിന്നെ താണ്ട ഇത് ഞങ്ങളുടെ പുതിയ വീട്ടിൽ ചെന്ന വീഡിയോ ആണ്. നമ്മുടെ പൊതിച്ചോറ് കഴിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാം കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ അങ്ങനെ അങ്ങ് പെട്ടുപോയതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ പുതിയ വീട്ടിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു കിച്ചണാണ്. പിന്നെ നമ്മുടെ കോയിലിൻ്റെ കുക്കിംഗ് റേഞ്ചാണ് അത്. ഒരു കിച്ചണും ഹോളും തമ്മിൽ ചെറിയൊരു പാർട്ടീഷനുണ്ട് കേട്ടോ. പിന്നെ നേരെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹോൾ അല്ലെങ്കിൽ ലിവിങ് ഏരിയ എന്ന് പറയുന്ന സ്ഥലം. അതിങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട്. അസാഫിന് ഓടിക്കളിക്കാൻ പാകത്തിന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവിടെ. പിന്നെ ഒരു വാഷ്റൂമുണ്ട്, കുറേ ടോയ്സ് അവൻ്റെ ഒരു പെട്ടിയിലാക്കി. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. എല്ലാം നല്ല സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, സോ അങ്ങനെ അതും എല്ലാം റെഡിയാക്കി. കുറേ സാധനങ്ങളെല്ലാം അടുക്കി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. സോ അങ്ങനെ ഒരു ലോങ് സെഷൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ സെറ്റായി. Thank you for watching. Please subscribe to the channel. Bye.